ഹലോ ഗൈസ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ആണ് മിസ്റ്റർ മീറ്റ് ഗെയിം പ്ലേ ആണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈസി മോഡലാണ് എടുത്തേക്കണേ. അപ്പോൾ നമ്മളൊരു പെൺകുട്ടിയെ റെസ്ക്യൂ ചെയ്യണം. നമ്മൾ വീട്ടിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈ പെൺകുട്ടിയാണ് സയൻറ്റിസ്റ്റ് ആണെന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ഗൈസ് നമ്മൾ വീട്ടിൽ ലാൻഡ് ചെയ്തിട്ട് നമ്മുടെ കയ്യിലൊരു ഷോട്ട് ഗണ്ണുണ്ട് ഗൈസ്. അപ്പോൾ അത് വെച്ചൊരു ഡോറുണ്ട് അവർക്ക്. ആ ഡോറിൻ്റെ അങ്ങോട്ട് പോയിട്ട് ഒരു കണ്ണാടി പോലത്തെ ഒരു ഗ്ലാസ് കൊണ്ട് നിർമ്മിച്ച ഡോറാണ് ഗൈസ്. ഇത് ആ പോർഷൻ മാത്രം അത് നമ്മൾ വെടി വയ്ക്കണം. അപ്പം അന്നേരം പൊട്ടും. ആ തോക്കും കൂടെ അവിടെ ഇട്ടിട്ടുണ്ട് ഗൈസ്. നമ്മുടെ നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ് ചെയ്യണം ഗൈസ്. നമ്മൾ കൺഫ്യൂസ് ചെയ്യാനായിട്ട് ഈ ഷെഡ് ഉണ്ടല്ലോ ഗൈസ്, ഇവിടെ വന്നിട്ട് നമ്മളൊന്ന് ചുറ്റുമാണ് ഗൈസ്. സ്റ്റക്കായി പോയി ഗൈസ്. അപ്പോൾ നമ്മൾ വീടിൻ്റെ ഉള്ളിലോട്ട് കയറിയിട്ട് ആ മേളിലോട്ട് പോയിട്ട് എല്ലാ ഡ്രോയൊക്കെ നോക്കണം. എല്ലാ ഡ്രോ എല്ലാം പരിശോധിച്ചതിന് ശേഷം താഴെ എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് ചെയ്യണം. അത്രേ ഉള്ളൂ ഗൈസ്. ഇവിടെ ഫുള്ള് ഡ്രോയാണ്. പ്ലെയർ ഇരിപ്പുണ്ട്. ഫുള്ള് ഡ്രോയാണെങ്കിൽ ഒന്നും കിട്ടത്തുമില്ല ഗൈസ്, അത് വേറെ കാര്യം. അപ്പോൾ നമുക്കൊരു പ്ലെയർ കിട്ടിയിട്ടുണ്ട്. അതായത് ഹാമറും ഉണ്ട് ഗൈസ്. അപ്പോൾ നമ്മൾ പ്ലെയർ കൊണ്ട് മറ്റേ ആ ഡോറ് തുറന്നിട്ടാണ്. പിന്നെ ഇവിടെ ഒരു തോളയുണ്ട് ഗൈസ്. ഇതിലേക്കാണ് നമ്മൾ ഇവിടെ ലോക്കൊക്കെ നയിച്ചിടാം. എന്നിട്ട് നമ്മൾ ഈ പ്ലെയർ കൊണ്ട് മേളിൽ പോയിട്ട് അവിടെ ഒരു വിൻഡോ ഉണ്ട് ഗൈസ്. ആ വിൻഡോ നമ്മൾ വുഡൻ പീസ് വെച്ച ഒരു സ്ക്രൂ കയറ്റി വെച്ചേക്കുവാണ്. അങ്ങോട്ട് പോയിട്ട് ആ വുഡൻ പീസ് ഒക്കെ മാറ്റണം. അപ്പോൾ ഗൈസ് നമ്മൾ ചെറുതായിട്ടൊന്ന് കൺഫ്യൂസ് ചെയ്യാനായിട്ട് പ്ലെയർ ഇവിടെ ഇട്ടിട്ട് ഇപ്പോൾ കൺഫ്യൂസായി അങ്ങോട്ട് വരും മിസ്റ്റർ മീറ്റ്. അന്നേരം നമ്മൾ മുകളിലോട്ട് പോയിട്ട് ആ വിൻഡോ ഒക്കെ ഉള്ളിടത്ത് പോകണം ഗൈസ്. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഇവിടുത്തെ നെയിൽ എല്ലാം ഊരി കളയണം. 4 നെയിലുണ്ട്. അപ്പോൾ ഗൈസ് നമ്മൾ ഇങ്ങോട്ട് ക്ലൈംബ് ചെയ്തിട്ട് ഷെഡിലോട്ട് ജമ്പ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ അവിടുന്ന് ജമ്പ് ചെയ്തിട്ട് ഷെഡിലെത്തി. ഇവിടെ 3 ബുള്ളറ്റ് ഇരിപ്പുണ്ട്. ആവശ്യം വരും ഗൈസ്. ഇപ്പം തന്നെ എടുത്തങ്ങ് പ്രയോഗിച്ചേക്കാം ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഷോട്ട് ഗൺ എടുത്തിട്ട് ബുള്ളറ്റ് കയറ്റിയിട്ട് ആ പ്ലെയർ അവിടെ വീണുകൊണ്ട് ഇപ്പോൾ വരും നമ്മുടെ മിസ്റ്റർ മീറ്റ്. ഇപ്പം എത്തും. വന്നു ഗൈസ്. നമ്മളിവിടെ അടച്ചിട്ടേക്കാം ഒന്ന് സ്റ്റക്കായി വെക്കാനായിട്ട്. കറക്റ്റ് കൊടവേറ് നോക്കി ഒരു വെടി ചത്തിട്ടുണ്ട് ഗൈസ്. ഇനി 120 സെക്കൻഡ് ഓഫായിരിക്കും, ഡെഡായിരിക്കും. എന്നിട്ട് പിന്നെ എണീക്കും ഗൈസ്. അത് വേറൊരു കാര്യം. ഇനി നമ്മൾ നമ്മുടെ ചുറ്റിക എടുക്കണം. പ്ലെയർ കണ്ടുപിടിച്ചിട്ട് ആ പ്ലെയർ നമ്മൾ അവിടെ തന്നെ ഇല്ല ഇട്ടേ. അപ്പോൾ പ്ലെയർ നമ്മൾ എടുത്തിട്ട് ഗ്രീൻ കീ ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഗ്രീൻ ലോക്ക് തുറക്കാം. പ്ലെയർ എടുത്തിട്ട് നമ്മൾ പിന്നെ ആ ഗ്രീൻ കീ ഒക്കെ തുറന്നിട്ട് നമ്മൾ ഒരു പന്നിയും ടീംസ് ഉള്ളൊരു സ്ഥലമുണ്ട് ഗൈസ്. പന്നിയും ടീംസ് അല്ല, പന്നി മാത്രമേ ഉള്ളൂ. അവിടെ ഒരു ഇത് തുറക്കാൻ നമുക്ക് പ്ലെയർ വേണം. നമുക്ക് ആവശ്യമുണ്ട് ഗൈസ്. എന്നിട്ട് ഹാമർ എടുത്തിട്ട് ആ CCTV എങ്ങനെയാണ് തല്ലിപ്പൊടിക്കണം. എന്തായാലും ഇവിടം വരെ വന്നതല്ലേ, ആ ടോയ്ലറ്റിൻ്റെ മിററും പൊട്ടിച്ചിട്ട് പോകാം ഗൈസ്. അപ്പോൾ നമ്മൾ പിന്നെ മുന്നാറുകയാണ് ഗൈസ്. ഇനി നമ്മൾ ഇവിടുത്തെ CCTV തല്ലിപ്പൊട്ടിക്കണം. ഇവിടെ CCTV ഫുള്ള് സെറ്റപ്പാണ് ഗൈസ് ഈ വീട്. എന്നിട്ട് നമ്മൾ ആകെ എണീറ്റിട്ടില്ല ഗൈസ് മിസ്റ്റർ മീറ്റ്. നമ്മൾ മറ്റേതെല്ലാം ഇളകി പറിച്ച് കളയണം. മറ്റേ ആണി ഇവിടെ ഒരു പന്നിയുണ്ട് ഗൈസ്. ഭയങ്കര എലമ്പാണ് ഗൈസ് ആ പന്നി. ആ പന്നീനെ നമുക്കൊരു ട്രാപ്പാക്കണം. അതുകൊണ്ട് ട്രാപ്പാക്കാനായിട്ട് ഈ ഒരു മുറി വലിയ ആവശ്യമൊന്നും ഇല്ലാത്ത മുറിയാണ് ഗൈസ്. ഇവിടെ നമുക്ക് ആ പന്നീനെ ഇട്ട് പൂട്ടാം. കണ്ടോ ഗൈസ്, ഇപ്പോൾ ഒരു ഒറ്റക്കെട്ടങ്ങ് വരും. അത്രയ്ക്കും അലമ്പ് പന്നിയാണ് ഗൈസ്. വന്നുകൊണ്ട് തോന്നണം. ഗൈസ് കണ്ട് അങ്ങനെ തന്നെ റൗണ്ട് ഇറങ്ങിയിട്ട് ഡോറങ്ങ് അടയ്ക്കുക. ഗൈസ് പന്നി അവിടെ പെട്ടുപോയി.
നമ്മൾ ഇവിടുത്തെ ആണിയെല്ലാം വലിച്ചു പറിച്ച് കളയണം. അപ്പോൾ നമ്മൾ വലിച്ച് പറിച്ച് കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് നമുക്കൊരു വയർ കട്ടർ വേണം ഗൈസ്. ഇനി നമ്മൾ എങ്ങനെയെങ്കിലും കൺഫ്യൂസ് ചെയ്തിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ പുറത്തേ ആടണം. മറ്റേ ഈ പിഗൊക്കെ ഉള്ള സ്ഥലത്ത്, ഈ ഫാമിൻ്റെ പുറത്തേ ആടണം. എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് കൺഫ്യൂസ് ഇവിടുന്ന് ആടിയിട്ടങ്ങ് പോവാം. അങ്ങോട്ട് പോയിട്ടുണ്ട് മിസ്റ്റർ മീറ്റ്. അപ്പോൾ നമ്മൾ ഇതുവഴി അങ്ങ് ഇറങ്ങിപ്പോയി. എന്നിട്ട് നമുക്ക് വയർ കട്ടർ കണ്ടുപിടിക്കണം. വയർ കട്ടർ ഇവിടെയൊക്കെ വല്ലതും കിടപ്പുണ്ടായിരിക്കും, നോക്കണം. എന്തായാലും ഷോർട്ട് ഗൺ എടുത്തിട്ട് ഒന്നും കൂടെ മിസ്റ്റർ മീറ്റിനെ വിളിച്ചു വരുത്തേണ്ട കാര്യമില്ല. മേളിൽ പോയി മറ്റേ ഷൂട്ട് ചെയ്ത് നോക്കിയാലോ എന്ന് എൻ്റെ ഒരു അതെങ്ങാനും നടന്നില്ലെങ്കിൽ നോക്കാം ഒന്ന്. ഗായ്സ് വല്ലതും വരുമായിരിക്കും. വന്നുണ്ട് ഗൈസ്. എടാ ഭീകര പിന്നെയും പോയി. വന്നുണ്ട് ഗൈസ്. ഇത്തവണ വന്നുണ്ട്. ഇത്തവണ ഷോട്ട് ഒരിക്കലും കളയില്ല ഗൈസ്. ഷോട്ട് ഞാൻ വിടും തന്നെ വിടാം. ഇത് ഞങ്ങുന്നില്ല ഗൈസ്, ഫുള്ള് ചക്ക. ഓക്കേ. മിസ്സായി. കണ്ട് ഇപ്പം നമ്മൾ വെടി വെച്ചിട്ടിട്ടുണ്ട് ഗൈസ്. അപ്പം നമ്മൾ ഡോറൊക്കെ തുറന്ന് നമ്മുടെ മറ്റേ വയർ കട്ടർ അന്വേഷിച്ച് പോവുകയാണ് ഗൈസ്. ഇവിടെയൊക്കെ സാധാരണ കിടക്കാറ്. ഡ്രോയിങ് തുറന്ന് ഫസ്റ്റ് തന്നെ നമുക്ക് കിട്ടി വയർ കട്ടർ. നമുക്ക് വയർ കട്ടർ വെച്ചിട്ട് വയർ കട്ട് ചെയ്യണം. ആദ്യം ഈ ഷെഡിനകത്ത് പോയിട്ട് വയർ കട്ട് ചെയ്തിട്ട് പിന്നെ ആ ഫാമിൻ്റെ അവിടെ ഉണ്ട് ഒരു വയർ, അതും കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റെഡ് കീയും കൂടെ മതി. അത് കിട്ടാൻ ഒരു കോഡും കൂടെ മതി. ആ കോഡ് ഇവിടെ എല്ലാം കിട്ടുമായിരിക്കും ഗൈസ്. നമ്മൾ വയർ കട്ട് ചെയ്യാൻ പോകുന്നു. യെസ്, നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ നമ്മുടെ കോഡ് കണ്ടുപിടിക്കണം. നമ്മൾ കോഡ് കണ്ടുപിടിക്കാൻ ഇങ്ങനത്തെ ഡ്രോയിലൊക്കെയാണോ ഉള്ളത് മാതിരി ഡോറിൽ ഇതിനകത്തുണ്ടാവണേ ഇല്ല ഗൈസ്. ലാസ്റ്റായിട്ടൊരു ഡ്രോ ഇതിനകത്ത് ചിലപ്പോൾ ഉണ്ടാവും. കിട്ടി. യെസ്, നമുക്കിനി കോഡും കൂടെ വെച്ചിട്ട് ആ റെഡ് കീ എടുക്കാം ഗൈസ്. പച്ച നിറമുള്ള ബാത്ത് ടബ് ഫുള്ള് നാറ്റമായിരിക്കും ഗൈസ്, അത് വേറൊരു സത്യം. അപ്പോൾ ഗൈസ് നമ്മൾ ക്ലൈംബൊക്കെ ചെയ്ത് നമ്മൾ പുറത്തടി ആടിയിട്ടുണ്ട്. ചക്ക വെട്ടിയിട്ട് പോലെ കിടക്കുക. എന്നിട്ട് നമ്മൾ പെൺകുട്ടിയെ രക്ഷിക്കാൻ പോകുന്നു. നമ്മൾ മുന്നേറുകയാണ് ഗൈസ്. ഇതും കൂടെ ചെയ്താൽ നമുക്ക് ആ പെൺകുട്ടീനെയും കൊണ്ട് നാട് വിടാം ഗൈസ്. നമ്മൾ പെൺകുട്ടിയെയും എടുക്കാനായിട്ട് നമ്മൾ മറ്റേ ഇത് ഒരു ടണലിലോട്ട് കയറിയിട്ട് നമ്മുടെ നമ്മൾ രക്ഷിച്ചിരിക്കുന്നു. നമ്മൾ ഗേളിനെ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നിങ്ങൾക്ക് റെബേക്ക എസ്കേപ്പ് വേണോ പോലീസ് എസ്കേപ്പ് വേണോ എന്ന് കമൻറ്റ് ചെയ്യുക, അത് കളിക്കുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും എല്ലാവരും ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും ചെയ്തിട്ടൊന്ന് പോകാൻ പറ്റുവാണെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ്. കമൻറ്റ് ചെയ്യുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. Goodbye.